ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഭയങ്കര മഴയാണ്, പിന്നെ എല്ലായിടത്തും അതേ മഴ തന്നെയാണ്. നമുക്ക് കറണ്ട് വന്നിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ആദ്യം കറണ്ട് പോയി കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വരും, ഇടയ്ക്കിടയ്ക്ക് പോവും, ഇതന്നെ അവസ്ഥ. അപ്പോൾ നല്ല മഴയത്ത് വൈകുന്നേരമെല്ലാം വീട്ടിലെല്ലാം ഇങ്ങനെ ഇരിക്കുമ്പോൾ ചായയെല്ലാം കുടിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും. കാരണം ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും, നല്ല തണുപ്പും മഴയെല്ലാം ആസ്വദിച്ചിട്ട്. അപ്പോൾ അമ്മ അങ്ങനെ അവിടെ നിന്ന് ഉള്ളിവട ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്നാ ഉണ്ടാക്കുന്നത് വെച്ചപ്പോൾ അമ്മ പറഞ്ഞ ഉള്ളിവട ഉണ്ടാക്കുന്നുണ്ടെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഉള്ളി ഇങ്ങനെ മുറിച്ചിട്ട് അതിൻ്റെ വെള്ളത്തിലാണ് കടലമാവ് ഇടുക അല്ലേ. അങ്ങനെ ഇത് നല്ല പോലെ മിക്സ് ആക്കുക. എല്ലാവർക്കും അറിയായിരിക്കും, ഞാൻ ഈവനിങ് സ്നാക്സ് ആക്കുന്നത് കാണിച്ചു തരാനാണ്. പിന്നെ പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം കൂടിയിട്ട് മിക്സ് ആക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഷേപ്പിലെടുത്തിട്ട് പൊരിച്ചെടുക്കുക അല്ലേ. മഞ്ഞപ്പൊടി, കുറച്ച് പറങ്കിപ്പൊടി, വേണമെങ്കിൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കായപ്പൊടിയും പിന്നെ എന്തെങ്കിലും മസാലയും ചേർക്കാം. അങ്ങനെ ഇതെല്ലാം മസാലയിലും ഇട്ടിട്ട് മിക്സ് ആക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് വെക്കുക. എന്നിട്ട് ആ മണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കുക. മമ്മ എന്നാ വായിക്കുന്നേ? അപ്പം അമ്മമ്മ അങ്ങനെ പത്രത്തിൽ പേജെല്ലാം നോക്കുന്നുണ്ട്, വായിക്കാനൊന്നും ആവില്ല. ചിത്രമെല്ലാം നോക്കിയിട്ട് ഓരോ കമൻ്റെല്ലാം പറയും കേട്ടോ അമ്മമ്മ. അപ്പോൾ നമ്മളെ തോടിലെല്ലാം നിറച്ച് വെള്ളമായിട്ടുണ്ടായിരുന്നു. നമ്മളപ്പുറത്തെ ഒരു പാലം വാർത്തിട്ടുണ്ടായിരുന്നു വീടിൻ്റെ അടുത്ത് തന്നെ. അവിടെ ഫുള്ള് വെള്ളമായിട്ട് അങ്ങോട്ടേക്കൊന്നും പോകാൻ പറ്റുന്നുണ്ടായിട്ടില്ല. എന്നിട്ട് JCB എല്ലാം വന്നിട്ടാണ് വഴിയാക്കി തരെല്ലാം ചെയ്തത്. എല്ലായിടത്തും ഉണ്ടാവും ഇതുപോലത്തെ ഓരോ അവസ്ഥ. കാരണം പെട്ടെന്ന് വന്ന മഴയല്ലേ, അതുകൊണ്ട് തന്നെ. അപ്പോൾ പിന്നെ നമ്മളെ തോട്ടിൽ എത്ര വെള്ളമായിന്ന് ഞാൻ കാണിച്ചു തരാം. അത് കണ്ട നമ്മളെ വാഴയെല്ലാം ഫുള്ള് ഒടിഞ്ഞിട്ടുണ്ട്. അന്ന് ഞാൻ ആ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ എല്ലാ വാഴയും പോയി കേട്ടാ. എല്ലായിടത്തും ഉണ്ടാവുമായിരിക്കും ഇങ്ങനത്തെ നാശം. സൗണ്ട് ഉള്ളതുകൊണ്ട് കേൾക്കുമെന്ന് അറിയില്ല. നമ്മളെ വീടിൻ്റെ മുമ്പിലെ വെള്ളച്ചാട്ടമാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അന്നേരം ഇത്രയൊന്നും വെള്ളം ഉണ്ടായിട്ടില്ല. പിന്നെ കുറച്ച് മഴ കുറയുമ്പോഴാണ് വെള്ളം കുറഞ്ഞിട്ട് വരുന്നത്. ഇതിങ്ങനെ ഫുള്ള് വെള്ളമാവുന്നുണ്ട്. നല്ല ഒഴുക്കും നല്ല സ്പീഡും ഉണ്ട്. ഇവിടെ പാറ ഉള്ളതുകൊണ്ട് തന്നെ പാറയിൽ അടിച്ചിട്ടാണ് വെള്ളം പോകുന്നത് എന്താ. അപ്പോൾ ശരിക്കും ടൗണിലെല്ലാം ഉള്ളവർക്കെല്ലാം ഇതൊരു അടിപൊളി കാഴ്ചയായിരിക്കും. നമ്മളെ ഫ്രണ്ടിൽ തോടാണ്, ഇതാണ് കേട്ടോ. അങ്ങോട്ടേക്ക് ഒഴുകിയിട്ട് അവിടെ പാറയിൽ വീണിട്ട് വെള്ളച്ചാട്ടം പോലെ ആവുന്നു. അപ്പോൾ ഈ തോട് കഴിഞ്ഞ ദിവസമെല്ലാം മഴക്ക് നിറഞ്ഞിട്ട് ഇവിടെയെല്ലാം ഫുൾ വെള്ളമായിരുന്നു. ഇതാ ഇപ്പം നിറയാനായിട്ടുണ്ട് കണ്ട. അവിടെ നിന്നാണ് എല്ലാവരും അലക്കുകയെല്ലാം ചെയ്യുക. നിറയാറായിട്ടുണ്ട്. ആദ്യവും മഴ നിൽക്കുന്നേ ഇല്ലല്ലോ. പിന്നെ നമ്മളിതാ പോസ്റ്റ് കണ്ട, സ്റ്റേ വയർ ഇതാ താണിട്ടാണ് ഉള്ളത്. അവരെ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നേ ഇല്ല, ഇലക്ട്രിസിറ്റി. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, അവർക്ക് ഭയങ്കര തിരക്കല്ലേ ഇപ്പം. പക്ഷേ ശരിക്കും അപകടമാണ്. അഥവാ നമ്മളെ കാലെല്ലാം കുളത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഡേഞ്ചർ അല്ലേ. അപ്പോൾ എല്ലാവരും പുറത്തെല്ലാം ഇറങ്ങുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. നല്ല മഴയും ഒരുപാട് അപകടമെല്ലാം പറ്റുന്ന സാഹചര്യമാണ്. പിന്നെ എനിക്ക് തന്നെ ഇപ്പോൾ വണ്ടി എടുത്ത് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര പേടിയാണ് കേട്ടോ. കാരണം ഫുള്ള് സ്കിഡാവുന്നുണ്ട് റോഡെല്ലാം. ഇന്നലെ നടന്നിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് പോവുക ചെയ്തത്. അങ്ങനെ പോകുമ്പോഴാണെങ്കിൽ ഫുൾ ചളിയും ഭയങ്കര ബുദ്ധിമുട്ടാണ് പോകാൻ വേണ്ടിയിട്ട്. മഴ ഇഷ്ടമാണ്, പക്ഷെ മഴയത്തെ വീട്ടിൽ തന്നെ ഇരിക്കണം. അതിനെപ്പോലെ അങ്ങനെ ഇഷ്ടമുള്ളവരാരും കൊണ്ട് കമൻറ്റ് ചെയ്യണം. മഴ ഇഷ്ടമാണ്, പക്ഷെ വീട്ടിൽ തന്നെ ഇരിക്കണം, പുറത്തൊന്നും ഇറങ്ങാൻ പാടില്ല. പിന്നെ അങ്ങനെ കഴിഞ്ഞ ദിവസമില്ലേ, പിന്നെ നമ്മളതിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി ജോലിക്ക് വന്നത് പുഴേൻ്റെ അടുത്താണ്. അപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്ത് പുഴയാണ്. അപ്പോൾ അവർ ജോലി കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒരു വലിയ കോഴിക്കൂടും നിറയെ കോഴികളും കൂടിയിട്ട് പുഴയിലേ ഇങ്ങനെ ഒലിച്ച് പോകുന്നോലും. അപ്പോൾ ചേച്ചി പറയാം, പാവം തോന്നും, ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ, രക്ഷിക്കാനും കഴിയില്ല, കാരണം അത്രയും വെള്ളമുണ്ട്. അപ്പോൾ അങ്ങനെ എത്ര നാശം ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അറിയാം മഴയത്ത്. നമുക്കടുത്ത് പുഴയുണ്ട് കേട്ടോ, പുഴയുണ്ട്, തോടുണ്ട്, കുളമുണ്ട്, എല്ലാം അടുത്തുണ്ട്. നല്ല രസമാണ്. പക്ഷെ മഴയെല്ലാം വരുമ്പം കുറച്ച് ഡേഞ്ചറുമാണ്. അമ്മേൻ്റെ സ്നാക്സ് എന്തായി നോക്കട്ടെ. അമ്മമ്മ മഴയുണ്ടാ? മഴ കാറ്റും ഇല്ലാതെ മഴ. ഇപ്പം മഴ കാറ്റും
അതെ ആ, എല്ലാം പൊട്ടി വീഴലും എല്ലാം പൊട്ടി പോയി ഒന്നും പറയണ്ട. മരയെല്ലാം അതും പൊട്ടി വീണിട്ടെല്ലാം എല്ലാം നാശം. എല്ലായിടത്തും നാശം തന്നെ. ഇപ്പൊ ലേശം കുറഞ്ഞിട്ടുണ്ട്. അതെ ഒരുപാട് അപ്പൊ എല്ലായിടത്തും ഉണ്ടാവില്ല ഇതുപോലെ. അല്ല വെള്ളം ചോറിനും പോലും വെള്ളമായിട്ട് മുങ്ങിയിട്ടോളെല്ലാം. അതെ ഞാൻ തോട് കാണിച്ചിപ്പോ ആ മരയെല്ലാം കാണില്ല പൊട്ടി ചാഞ്ഞ് വന്നിട്ട്. ഫുൾ മരെല്ലാം ചാഞ്ഞു വന്നിട്ടുണ്ട്. ആ ചക്കലുണ്ട് ചള്ളായിട്ട് വീണ്ടും നമ്മളൊരു പാട്ടി വെച്ച് വെക്കുമായിരുന്നു. നല്ല ചക്ക ആ കാറ്റിന് പാടിന് വീണ്ട്. അതെയാ ഇത് കഴിച്ചിനാ ആ ചക്കാമ്മക്ക് ഇഷ്ടാണല്ലേ? ചക്ക നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ കാറ്റിന് പൊട്ടി വീണു നമ്മൾ മുറിച്ചിട്ട് ഞാനും അമ്മയും വെച്ചു. അതിനാ തിന്നിട്ട് നമ്മളൊരു രീതിയിൽ ഇരിക്കലാണ്. അപ്പഴേ അമ്മ ഉള്ളിവാടയാക്കുന്നുണ്ട്. ഉള്ളിവാടയാക്കുന്നുണ്ട്. അല്ല അമ്മ എന്തോളം അമ്മക്ക് അറിയാൻ പണിയാണ്. അമ്മക്കൊന്നും എനിക്കും പിന്നെ ഞങ്ങൾക്ക് പണി അഞ്ചോട്ട് തിന്ന ക്ലാസ്സല്ലേ. രാവിലെ പോലെ പത്തരക്ക് ആക്കിയിട്ടുന്നു. ഇപ്പം ഉള്ളിവട കുറച്ചെടുക്കുമ്പോൾ ചോറ് തിന്നോളാം. കാറ്റും ഭയങ്കര ഇരുന്നോളാം. വീട്ടിൽ നമുക്ക് അടിക്കാനല്ല. അതെ കൊറേ നായി വരുന്നുണ്ട്. അടിക്കാണ്ടിരിക്കുന്നത് അപ്പുറത്ത് മഴവന്റെ അപ്പാക്കി. മിറ്റൊന്നും അടിക്കണ്ട വഴുതു. അതെ മിറ്റന്റെ അടിക്കലേ നമ്മളെ മഴയായിട്ട്. അപ്പൊ എല്ലാരും സൂക്ഷിക്കും അല്ലേ? ആ എല്ലാരോടും ശ്രദ്ധിക്കാൻ പറയാ. ആ അതെ ശരിയാണ്. അങ്ങനെ നമ്മളെ ഉള്ളിവടിയും കട്ടൻ ചായയും റെഡി ആയിട്ടുണ്ട്. നമ്മള് അമ്മമ്മ ടേസ്റ്റ് നോക്ക്. ഉള്ളിവട ടേസ്റ്റ് നോക്ക്. നല്ലതാ? ഹലോ. അപ്പൊ അങ്ങനെ നമ്മള് ചായ കുടിക്കട്ട്. കട്ടൻ ചായയും ഉള്ളിവടയും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു ചെറിയ വ്ളോഗാണ്. വൈകുന്നേരത്തെ നമ്മള് മഴയും വിശേഷവും എല്ലാം കാണിച്ചിട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.